ഒരാൾ വെള്ളത്തിൽപ്പെട്ട് ഒരു 2-3 മിനിറ്റ് മറ്റു സഹായമൊന്നും കിട്ടിയില്ലെങ്കിൽ, നീന്തൽ അറിയില്ല എങ്കിൽ അയാൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി അവനും മരണപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട്. നമ്മൾ ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമുക്ക് നീന്തറിയാമെങ്കിൽ പോലും നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ മുൻകരുതലായി നമ്മൾ എടുക്കേണ്ട പല കാര്യങ്ങളുണ്ട്. വെൽക്കം ബാക്ക് ടു ഏഷ്യസ് മീഡിയ. നമ്മുടെ ചാനലിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ബോധവൽക്കരണ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, മഴക്കാലമാണ്. പല സ്ഥലങ്ങളിലും മഴ പെയ്ത് വെള്ളമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുഴകളിലും കുളങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഒരാള് വെള്ളത്തിൽ പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ള, ശാസ്ത്രീയപരമായിട്ട് എങ്ങനെ അദ്ദേഹത്തെ രക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ വീഡിയോ ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പലരും അശാസ്ത്രീയപരമായിട്ട് വെള്ളത്തിൽ വീണ ആളുകളെ രക്ഷിക്കാൻ ശ്രമിക്കുകയും രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ മാറാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശാസ്ത്രീയപരമായ രീതിയിൽ ഒരാൾ വെള്ളത്തിൽ മുങ്ങി പോകുന്ന സമയത്ത് നമുക്ക് ചെയ്യാം എന്നതിനെ കുറിച്ച് ഉള്ളൊരു ബോധവൽക്കരണ വീഡിയോ ആണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് കൊയിലാണ്ടി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലാണ്. നമ്മളോട് ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ശ്രീ മുരളി സാർ ഉണ്ട്. നമുക്ക് സാറിന്റെ അടുത്തേക്ക് പോകാം. കമാ. സർ നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് നിഖിൽ എന്നാണ്. ഞാൻ ഐഷ്യൂസ് മീഡിയ എന്നുള്ളൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, മഴക്കാലമാണ്. പല സ്ഥലങ്ങളിലും വെള്ളമൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരാൾ വെള്ളത്തിൽ പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രേക്ഷകരിലേക്കും അത് എത്തിക്കണം എന്നൊരാഗ്രഹം. അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഇങ്ങനെ ചിന്തിച്ച സമയത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർക്ക് അത് വ്യക്തമായിട്ട് പറയാൻ പറ്റും എന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം സാറ് എങ്ങനെയൊക്കെയാണ് ഒരാൾ വെള്ളത്തിൽ പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുക എന്ന് ഒന്ന് വിവരിക്കാം. നമസ്കാരം. എൻ്റെ പേര് മുരളി എന്നാണ്. കോഴിക്കോട് സ്വദേശിയാണ്. അപ്പോൾ ഞാൻ കൊയിലാണ്ടി സ്റ്റേഷനിൽ അടുത്ത് ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. സ്റ്റേഷൻ ഓഫീസറാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 1 മാസമായിട്ടുള്ള കൊയിലാണ്ടി നിലയത്തിൽ എത്തിച്ചേർന്നിട്ട്. നിങ്ങൾ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാളെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തേണ്ട മാർഗത്തിനെ പറ്റിയാണ്. നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ വെള്ളത്തിൽ പെട്ടുപോയാൽ അയാളെ രക്ഷപ്പെടുത്താനുള്ളൊരു സാധ്യത അവിടെ ആ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരാൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. കാരണം ഒരാൾ വെള്ളത്തിൽ പെട്ട് ഒരു 2-3 മിനിറ്റ് മറ്റു സഹായമൊന്നും കിട്ടിയില്ലെങ്കിൽ, നീന്തൽ അറിയില്ല എങ്കിൽ അയാൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി അവനും മരണപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ആ സ്പോട്ടിലുള്ള ആളോ അല്ലെ തൊട്ടടുത്ത് ശബ്ദം കേട്ട് എത്തിച്ചേരുന്ന ഒരാൾക്ക് മാത്രമേ ഒരാളെ രക്ഷപ്പെടുത്താനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെ ഒരു സാധ്യത നടക്കുമ്പോൾ പോലും നമ്മൾ ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, നമുക്ക് നീന്തറിയാമെങ്കിൽ പോലും നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ മുൻകരുതലായി നമ്മൾ എടുക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഒന്നാമതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന വീണ ആള് വളരെ വെപ്രാളത്തിലും കാര്യത്തിലായിരിക്കും. നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എടുത്തു ചാടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടെ അപകടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ എടുക്കേണ്ട ചില എന്താ പറയുക ഒരു ഘട്ടങ്ങളുണ്ട്. ഇതിൻ്റെ മുൻപ് വെള്ളത്തിൽ ഇറങ്ങി രക്ഷപ്പെടുത്തി ആളെ പുറത്തെടുക്കുന്നതിന് മുൻപായി നമ്മൾ സാധ്യമായ ചില ഘട്ടങ്ങളുണ്ട്. അത് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഷൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് കണ്ട ഉടൻ തന്നെ വളരെ ഉച്ചത്തിൽ നിലവിളിക്കുകയോ ആളുകളെ പരിസരത്തുള്ള ആളുകളെ വിളിച്ചു കൂട്ടി അവരെ സഹായം തേടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തൊട്ടടുത്ത് അവൈലബിൾ ആയിട്ടുള്ള മരക്കൊമ്പോ അതേപോലെ തന്നെ കയറോ അതേപോലെ തുണികളോ നമ്മൾ തന്നെ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, മുണ്ടോ കാര്യങ്ങളോ അതേപോലുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എറിഞ്ഞു കൊടുത്ത് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ദൂരത്താണെങ്കിൽ അത് എറിഞ്ഞു കൊടുത്ത് അയാളെ അതിൽ പിടിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച് അയാളെ വലിച്ച് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും റിസ്ക് കുറഞ്ഞ മാർഗങ്ങളിലൊന്ന്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതില്ല എങ്കിൽ നമുക്ക് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ, ഉദാഹരണം മരത്തിന്റെ തടികളുടെ കഷ്ണോ അതേപോലെ തന്നെ ട്യൂബോ, അതേപോലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഇവൻ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ പോലും ആണെങ്കിൽ പോലും അതൊരു ഒരു എന്താ പറയുക ഒരു സാധ്യതയാണ്. അപ്പോൾ ക്യാനുകളോ അതേപോലെ എന്തെങ്കിലും സാധനം പൊങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അതിൽ പിടിച്ച് ഒന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റു മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ നീന്തിപ്പോയി തന്നെ അവരെ രക്ഷപ്പെടുത്താനുള്ള സാധ്യത നമുക്ക് കുറച്ചുകൂടി ഈസി ആവും. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക്
പിന്നെ അവിടേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഈ പറയുന്ന നീന്തിയിട്ടല്ലാത്ത രീതിയിൽ എത്തിച്ചേരാൻ പറ്റുന്ന എന്തെങ്കിലും ട്യൂബോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ അല്ലെങ്കിൽ ഒരു വഞ്ചിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പുഴയിലൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നത്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ എത്തിച്ചേർന്ന് അയാളെ എത്തിച്ചേർന്ന് അയാളെ വലിച്ചു കയറ്റി കൊണ്ടുവരാൻ പറ്റും. ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ് നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ പോലും ഇതൊക്കെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യേണ്ടതാണ്. നമ്മൾ തീരുമാനം എടുക്കലും കാര്യങ്ങളൊക്കെ വളരെ ഏറ്റവും ചുരുങ്ങിയ സമയം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 മിനിറ്റാണ് നമുക്ക് ഒരാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു സാധ്യത ഉള്ളത്. പിന്നെ ഉള്ളത് നമ്മൾ പോയി നന്നായി നീന്തറിയുന്ന ഒരാളാണെങ്കിൽ എങ്കിൽ മാത്രം നമ്മൾ അയാളുടെ അടുത്തേക്ക് നീന്തി പോയി രക്ഷപ്പെടുത്താൻ അയാളെ പിടിച്ചുകൊണ്ടുവരാം. പക്ഷെ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ പലപ്പോഴും നമ്മൾ നേരത്തെ കേട്ടുള്ള അറിവുകൾ തന്നെയായിരിക്കും. നമ്മൾ മുടി പിടിച്ച് ആളെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നൊരു മെത്തേഡ് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിന് ശാസ്ത്രീയമായ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ പറയുകയാണെങ്കിൽ നമ്മൾ അയാളെ പിൻവശത്ത് കൂടി മാത്രമേ നമ്മൾ അയാളുടെ അടുത്തേക്ക് എത്താൻ പാടുള്ളൂ. അയാൾ മുൻവശത്ത് കൂടി എത്തിക്കഴിഞ്ഞാൽ വെപ്രാളത്തിലുള്ള ഒരാൾ അയാൾക്ക് രക്ഷപ്പെടാൻ കിട്ടുന്ന ഏത് കച്ചിത്തുരുമ്പും നമ്മൾ പറയാറുണ്ട് അതിൽ കയറി പിടിക്കുകയും നമ്മളെ കൂടെ കൂട്ടിപ്പിടിച്ച് നമുക്ക് നീന്താനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പറ്റാത്ത രീതിയിൽ രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പം പിൻവശത്ത് കൂടി മാത്രമേ നമ്മൾ അയാളത്തേക്ക് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അയാൾ പിൻവശത്ത് കൂടി അയാളെ നമ്മൾ നേരത്തെ മുടിയൊക്കെ പറയുന്നുണ്ട്, സ്ത്രീകളാണെങ്കിൽ നമുക്ക് മുടി പിടിച്ചിട്ട് അവരെ കയ്യകലത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വലിച്ചു കൊണ്ടുവരാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അയാളെ പിൻവശത്ത് കൂടി വലത് കൈ കൊണ്ട് അയാളെ കഴുത്തിന് ചുറ്റിപ്പിടിച്ച് അയാളെ തല ബേക്കോട്ടേക്ക് വലിച്ചു പിടിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിലോട് അവ ചേർത്ത് പിടിച്ച് അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് പിന്നെ മലർന്ന് നീന്തി വരുന്നവർക്കാണ് ഇതിനൊരു സാധ്യതയുള്ളത്. വളരെ എക്സ്പെർട്ടായവർക്ക് കവിഞ്ഞവർക്കും പറ്റാമെങ്കിൽ പോലും ഈ കുറെ കൂടെ സ്ട്രെയിൻ കുറവും ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാനും പറ്റുന്ന ബാക്ക് സ്ട്രോക്ക് ചെയ്തിട്ട് കൊണ്ടുവരാനാണ് ഏറ്റവും സേഫായുള്ള മെത്തേഡ്. അപ്പോൾ അതാണ് അവലംബിക്കേണ്ടത്. അതും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇതിന് എന്താണ് തയ്യാറാവേണ്ടത്. അപ്പോൾ അങ്ങനെ പിൻവശത്ത് കൂടി വന്ന് ഇയാളെ പിൻവശത്തേക്ക് വലിച്ചടുപ്പിച്ചിട്ട് ബാക്ക് സ്ട്രോക്ക് ചെയ്തിട്ട് ഇയാളെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ബോധം പിന്നെ കൊണ്ടുവന്ന സ്വീകരിക്കേണ്ട പല മാർഗങ്ങളുണ്ട്. നമ്മൾ ഈ പറയുന്ന കൊണ്ടുവന്ന ഒരാൾക്ക് ആദ്യം തന്നെ നമ്മൾ കൊണ്ടുവന്ന ആൾക്ക് പിന്നെ CPR കൊടുക്കുക. CPR കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം നോക്കേണ്ടത് അയാൾക്ക് പൾസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതിൻ്റെ ഒരു മെത്തേഡ് ഉണ്ട്. പൾസ് ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക. പൾസ് ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിലാണ് വീണിട്ടുണ്ടാവുക. അപ്പോൾ അയാളെ പിന്നെ വായിലോ തൊണ്ടയിലൊക്കെ പലതും പായലോ മറ്റെന്തെങ്കിലുമൊക്കെ കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അയാളെ ശ്വസനത്തിന് തടസ്സം വന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വായ തുറന്നു നോക്കി അത് വായൻ്റെ ഉള്ളിൽ നിന്ന് ഈ തടസ്സമുള്ള സാധനങ്ങൾ എടുത്തു മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ CPR കൊടുക്കേണ്ടതുണ്ട്. CPR അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് പരിശീലിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അത് ഇപ്പം നമുക്ക് അറിയാം, ഒരുപാട് ആൾക്കാർ ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് CPR എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പം നമ്മൾ ആദ്യം പൾസ് നോക്കിയതിന് ശേഷം ഇയാൾ വായുന്നത് പിന്നെ മലത്തിൽ കിടത്തി ആ മെത്തേഡ് അനുസരിച്ച് CPR കൊടുത്ത് അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു മാർഗമാണ് ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ളത്. താങ്ക് യു സർ. എന്തായാലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ്, അല്ലെങ്കിൽ അത്രയും ആളുകളിലേക്ക് എത്തേണ്ട ഒരു സന്ദേശം തന്നെയാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു മഴക്കാല സാഹചര്യത്തിൽ. അതുകൊണ്ട് അതിനുവേണ്ടി സാർ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്. ശരി, താങ്ക് യു.